എന്താണ് സംഭവം എന്നറിയില്ല ഗൈസ്. കുറേ സമയമായി പിടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും പെൻഡിങ് തന്നെതാ. भैया क्या है प्रॉब्लम क्या है? हमको चलना है. 3:45 ടോൾ കൊടുക്കണം. നിങ്ങൾ കമൻ്റ് ആക്കണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ. പറഞ്ഞു കേട്ടിട്ടുണ്ട് 3 മിനിറ്റിന് ശേഷം ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. താറ് കണ്ട, അടിപൊളി താറ് കണ്ട. 3 മിനിറ്റായി, 4 മിനിറ്റായി ഗായ്സ്. തലപ്പാടി ടോൾ പ്ലാസയിൽ ഓർണടിച്ച് പോകണം. भैया क्या है ना ഗായ്സ് 5 മിനിറ്റ് കഴിഞ്ഞു ഗായ്സ്. ടോൾ കൊടുക്കണ്ട 3 മിനിറ്റ് ശേഷം ടോൾ കൊടുക്കണ്ടെന്ന് കണക്ക് പറഞ്ഞു. ഇങ്ങനെ പോകുന്ന സ്കാൻ ആക്കും. ആ പ്രോബ്ലം പറഞ്ഞിപ്പ വേണ്ട. ഞങ്ങളെ വിട്ട് ഗായ്സ്. നായിക്കല്ല ഭ്രാന്തായി. കൊടുക്കാതെ പോയതാ. നല്ലതായി. അങ്ങനെ ഗായ്സ്. അപ്പോൾ ഇന്ന കാർ കണ്ട ടോൾ കൊടുക്കാണ്ട് പോയി. അത് കാര്യമായിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മളിത് കട്ടാക്കിയിട്ട് എടുത്തു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓ ടോൾ കൊടുക്കാതെ പോയി. അങ്ങനെ ചെയ്യണം. കറക്റ്റ്. അത് തെറ്റില്ല അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല 3 മിനിറ്റ് ശേഷം. അല്ല നിയമമുണ്ട് ഇതിൻ്റെ. കാണിക്കാം. ഇതിപ്പോൾ 3 ട്രാക്കിന് 3 നിയമമുണ്ട്. ഒരു ആദ്യത്തെ ട്രാക്കിന് പോകേണ്ടത് സ്ലോ പോകുന്ന വണ്ടിക്ക് വേണ്ട ആദ്യത്തെ ട്രാക്ക്. രണ്ടാമത്തെ ട്രാക്ക് ഇത് വണ്ടി ഒരു 70 സ്പീഡിൽ പോകുന്ന വണ്ടിക്കുള്ള ട്രാക്ക്. രണ്ടാമത്തത് 70 ഇതിനേക്കാൾ കൂടുതൽ. മൂന്നാമത്തെ ട്രാക്ക് അത് ആംബുലൻസിനും എമർജൻസിക്കുള്ള ട്രാക്ക്. എമർജൻസി ഓവർടേക്കിങ്ങിനും പിന്നെ ആംബുലൻസ് പോകുന്ന ട്രാക്ക്. ഇതുപോലത്തെ വലിയ വലിയ വണ്ടി കണ്ട അത് എപ്പോഴും സെൻട്രലായിരിക്കും പോകുന്നത്. 40-30 സ്പീഡിൽ സെൻട്രലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഓവർ സ്പീഡിൽ വരുന്ന വണ്ടിക്കാരന് സ്പീഡിൽ കൺട്രോളിൽ കുത്താനല്ലേ. ഇവർക്കെല്ലാം 50 സ്പീഡിലാണ്. ഈ 50 സ്പീഡിലാണ് അത് പോകുന്നത്. ഈ വണ്ടിനെ ഓവർടേക്ക് ആക്കണമെങ്കിൽ എന്താക്കണം പറഞ്ഞാൽ ആദ്യം മിററിൽ നോക്കാം. പിന്നിൽ വണ്ടി സ്പീഡിൽ വരുന്നുണ്ടാന്ന് നോക്കാം ഓവർടേക്ക് ആക്കാൻ. അപ്പോൾ വരുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. വണ്ടിയില്ല, ഞാൻ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. നല്ല സ്പീഡിൽ പോയി പാസ്സാവണം. അല്ലെങ്കിൽ ഈ ട്രാക്ക് എപ്പോഴും ഒഴിച്ചിട്ട് ഈ ട്രാക്ക് എപ്പോഴും വണ്ടി ഇടാൻ പാടും. ഈ സൈഡിൽ ട്രാക്ക് ഉണ്ടല്ലോ, അത് എമർജൻസി ട്രാക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ടോട്ടലിട്ട വരയില്ലേ, വിട്ടുള്ള വര. ആ വിട്ടുള്ള വര എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ആക്കാന്നുള്ളൊരു സിഗ്നൽ. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ആക്കാം. ഈ ലൈനിൽ ഓവർടേക്ക് ആക്കാം. വിടാതെ കണ്ടിന്യൂസ് ലൈൻ ഉണ്ടാകുന്നില്ലേ, ഓവർടേക്ക് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം ഓവർടേക്ക് ആക്കാം. 2 വരി അടുപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആ വരി ഇവിടെ ഓവർടേക്ക് ചെയ്യാനേ പാടില്ല എന്നാണ് നിയമം. ഇതെല്ലാം കുറച്ച് പഠിച്ചിട്ട് വണ്ടി ഓവർടേക്ക് നമുക്ക് അപകടം നല്ലോണം കുറക്കാം. കണ്ടതാ അപ്പോൾ വരുന്ന കണ്ടതാ ബൈക്കാർ വന്നതാണ്. പിന്നെ സ്പീഡ് ട്രാക്കിലൊക്കെ കയറ്റി വെച്ചാൽ എത്ര മെല്ലെ ഒരിക്കലും സ്പീഡ് ട്രാക്കിലൊക്കെ കയറാനേ പാടില്ല. കണ്ടതാ കറക്റ്റ് അങ്ങനെ പറഞ്ഞ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം വണ്ടി എടുക്കാൻ. ലൈന് കണ്ട ഇവിടെ ഓവർടേക്ക് ആക്കാൻ പാടില്ല. ഈ ഓവർടേക്ക് ആക്കാം. ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. സ്ട്രൈറ്റ് ലൈൻ ഇതാ വിടാത്ത വരച്ചിട്ടുള്ള ലൈൻ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ക്യൂ പാലിച്ച് യാത്ര ചെയ്യുക. ഇവിടെ അല്ല കാഴ്ച അല്ല. അസങ്കാടി ടൗൺ. ഇത് അസങ്കാടിയിലെ നമ്മുടെ അടിപ്പാത നമ്മുടെ ചെറുക്കളത്തെ അപ്പുറത്തുള്ള പണി ഭയങ്കര മന്ദം ഗതിയിൽ നടന്നുകൊണ്ട് ഗൈസ്. അതിപ്പോൾ 2030 തീരും നമുക്ക് ഡൗട്ട്. നമ്മളെ ഒരാളും കാലിൻ്റെ പണീൻ്റെ അത്ര വൃത്തിയൊന്നും കാണുന്നില്ല. നീറ്റ്
പോയ പോക്ക്